കേട്ടിട്ടുണ്ടെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളൊരു പോയിന്റ്. അതുപോലെ തന്നെ ആ കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിശദമായിട്ട് സംസാരിക്കും. മൂന്നാമത്തെ റൗണ്ട് എന്താണ്, ഞാൻ ഇന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഇപ്പം സംസാരിച്ചത്. ഈ 3 കാര്യം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഇങ്ങനൊരു സംഭവം ആയിട്ട് എനിക്ക് ഉദിച്ചിട്ടില്ല. ഞാൻ അല്പം പഠിച്ചിരുന്നെങ്കിൽ എന്തായാലും ഈ പരിപാടിക്ക് വരാമെന്ന് തയ്യാറെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഏത് രീതിയിലും നമുക്ക് സംസാരിക്കാം. ആരോടും സംസാരിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തമ്മിൽ പരിചയപ്പെടാനും ഇന്നത്തെ പ്രോഗ്രാം വളരെ ഉഷാറായി. ഇങ്ങോട്ട് കയറി വരുന്നത് പോലെയല്ല, മനസ്സ് മുഴുവൻ സന്തോഷവും എനർജിയും നിറച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇനി ഞാൻ ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങളൊന്നും ഞാൻ മുമ്പേ പ്രിപ്പയർ ചെയ്തൊന്നല്ല. ഇപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും റാഷിദ് പിന്നെ ഇങ്ങനെ IAS ഓഫീസറാണ്, ഇവിടെ വിശിഷ്ട അതിഥിയായി വരുന്നുണ്ടെന്നൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നിയ റാഷിദ് എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു എന്റെ തോളിൽ തട്ടി എന്റെ മകനാണ്. അത് പെട്ടെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇങ്ങനെ ഓഫീസിൽ പോയ IAS ഉദ്യോഗസ്ഥനായിട്ട് റാഷിദ് അവിടെ ഉണ്ടായിരുന്ന ടീച്ചറെ വിളിച്ചത് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സ് തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സ് റിലീഫ് വേണം, മൈൻഡ് ക്ലിയർ ആയിരിക്കണം, അപ്പേ നമുക്ക് തോന്നും. ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയ കാരണം തന്നെയാണ്. ഞാൻ തീരെ സ്റ്റേജ് ഫിയർ ആണ്. തീരെ ഏത് പ്രോഗ്രാം വേണമെങ്കിലും ഞാൻ ബേക്കോട്ട് വരും. ഒരു ഫാമിലിയിലായാലും സ്കൂളായാലും പണ്ടേ സൂപ്പറാ. പിന്നെന്താ ഇനി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകണം വിചാരിക്കുന്നത്. ജീവിതത്തിലൊക്കെ വളരെ വിലപ്പെട്ട ഒരു ദിവസമാണെന്ന് ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരും അത് ഉൾക്കൊണ്ട് തന്നെ പറഞ്ഞു. ഇപ്പോൾ പൊതുമണ്ഡലങ്ങളിൽ ഇടപെടാൻ വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ് തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അതൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. ഒരുപാട് വല്ലാത്തൊരു പേടി തോന്നിയിരുന്നു. കാരണം പൊതുവെ പേടിയാണ് മൈക്കിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ. അപ്പോൾ ടെൻഷനും വിറയലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണാത്ത അറിയാത്ത ആൾക്കാരെ കണ്ടപ്പോൾ ഇവരെല്ലാം മുമ്പിൽ ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടത് പറയേണ്ടതെന്നൊക്കെ തോന്നിയിട്ട് ഭയങ്കര ടെൻഷൻ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആശ്വാസമുള്ള പോലെ തോന്നുന്നുണ്ട്. കുറേ ടെൻഷനെല്ലാം കുറഞ്ഞ് കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്തപ്പോൾ കുറേ മനസ്സിൽ നിന്നുള്ള കുറേ എനിക്ക് കഴിയൂല എന്നുള്ളത് മാറ്റി കഴിയും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടായതുപോലെ എനിക്ക് തോന്നുന്നു. കുറച്ചൊക്കെ നേരത്തെ ഉണ്ട്. ഇവിടെ വന്നാൽ ഒന്നുകൂടി മെച്ചപ്പെടാന്നുള്ളത് ഉദ്ദേശത്തിൽ വന്നതാണ്. ആ ഉദ്ദേശം ലക്ഷ്യത്തിലെത്തിയതിന് ഒരു കോൺഫിഡൻറ്റോടെ പോകുന്നു. ഒരു മാസം മുന്നെയാണ് തോന്നുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിവസവും ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ വലിയ പ്രതീക്ഷയോടെ വന്നതാണ്. എന്തില്ല എന്തായിരുന്നാലും ആ ഒരു സക്സസ് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേട്ടപ്പോൾ എന്തായാലും പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇനി ഏതൊരു സദസ്സിനെയും അഭിമുഖീകരിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. ഇങ്ങോട്ടേക്ക് രാവിലെ വരുമ്പോൾ തന്നെ വേറെ ആൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ എന്താക്കിയതാണെന്ന് തന്നില്ല. അതങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താക്കി അതും സമാധാനമായി